ആരാധനയിൻ നായകനെ അങ്ങേ ഞാൻ ആരാധിക്കും. അഭിഷേകത്തെ തരുന്നവനെ അങ്ങേ ഞാൻ ആരാധിക്കും. ആരാധനയിൻ നായകനെ അങ്ങേ ഞാൻ ആരാധിക്കും. അഭിഷേകത്തെ തരുന്നവനെ അങ്ങേ ഞാൻ ആരാധിക്കും. ഹല്ലേലൂയാ 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 ആമേൻ. ഹല്ലേലൂയാ 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 ആമേൻ. ഹല്ലേലൂയാ 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 ആമേൻ. ഹല്ലേലൂയാ 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 ആമേൻ. ആശ്വാസം നീയേ ആശ്രയം നീയേ അങ്ങേ ഞാൻ ആരാധിക്കും. ഇമ്പവും നീയേ ഇണയില്ല നാമമേ അങ്ങേ ഞാൻ ആരാധിക്കും. ആശ്വാസം നീയേ ആശ്രയം നീയേ അങ്ങേ ഞാൻ ആരാധിക്കും. ഇമ്പവും നീയേ ഇണയില്ല നാമമേ അങ്ങേ ഞാൻ ആരാധിക്കും. അങ്ങേ ഞാൻ ആരാധിക്കും. എന്നേശുവേ അങ്ങേ ഞാൻ ആരാധിക്കും. ഹല്ലേലൂയാ 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 ആമേൻ. ഹല്ലേലൂയാ 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 ആമേൻ. ഹല്ലേലൂയാ 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 ആമേൻ. ഹല്ലേലൂയാ 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 ആമേൻ. അങ്ങേ ഞാൻ ആരാധിക്കും. എന്നേശുവേ അങ്ങേ ഞാൻ ആരാധിക്കും. സർവപ്രപഞ്ചത്തിൻ്റെയും നാഥനായ ദൈവം സകലതും വേണ്ട എന്ന് വെച്ച് എളിമയുടെ ഏറ്റവും പരിപൂർത്തിയിൽ മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി വരികയും തൻ്റെ നിത്യമായ സാന്നിധ്യം ഈ ലോകത്തിന് നൽകുവാൻ അപ്പത്തിൻ്റെ രൂപം പ്രാപിക്കുകയും ചെയ്ത സത്യമായ ദൈവം ഈ വിശുദ്ധ കുർബാനയിൽ
ഈ ഗോതമ്പപ്പത്തിൽ അടങ്ങിയിരിക്കുന്നു എന്ന ബോധ്യത്തോടു കൂടെ നമുക്കൊന്ന് ചേർന്ന് അവിടുത്തെ ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. ആരാധന 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 ആരാധന. ദിവ്യകാരുണ്യമായി നമ്മുടെ മുമ്പിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുന്ന ഈശോയെ നമുക്കൊന്ന് ചേർന്ന് ആരാധിക്കാം. ഈ ഒരു സമയങ്ങളിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്കും നമ്മുടെ കുടുംബങ്ങളിലേക്കും ദിവ്യകാരുണ്യനാഥൻ ചൊരിയാനിരിക്കുന്ന എല്ലാ ദാനങ്ങളും അനുഗ്രഹങ്ങളെയും ഓർത്ത് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. ഈ ദിവസം നൽകിയതിനും ഈ ദിവസത്തിലെ സംരക്ഷണങ്ങൾക്കും എല്ലാ ദൈവാശ്രയ ബോധത്തോടെയുള്ള ചിന്തകൾക്കും നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. എൻ്റെ വ്യക്തിപരമായ ജീവിതം, എൻ്റെ കുടുംബജീവിതം, എൻ്റെ പ്രിയപ്പെട്ടവർ, മാതാപിതാക്കൾ, എൻ്റെ സഹോദരി സഹോദരന്മാർ, എൻ്റെ ജീവിത പങ്കാളി, മക്കൾ, പ്രിയപ്പെട്ട എല്ലാവരെയും സമർപ്പിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും മുമ്പിൽ ചേർത്ത് വയ്ക്കാം. പ്രത്യേകിച്ച് പലവിധ രോഗാവസ്ഥകളായിരിക്കുന്നവരെ, മാരകമായ അസുഖങ്ങൾ കൊണ്ട് വേദന അനുഭവിക്കുന്നവർ, ക്യാൻസർ തുടങ്ങിയിട്ടുള്ള അസുഖങ്ങൾ കൊണ്ട് വേദന അനുഭവിക്കുന്നവർ, കടബാധ്യതകൾ കൊണ്ട് വേദന അനുഭവിക്കുന്നവർ, മറ്റെല്ലാ ബുദ്ധിമുട്ടുകൾ കൊണ്ട് കഷ്ടത അനുഭവിക്കുന്ന ദൈവജനത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ബന്ധനങ്ങളും വിട്ടുമാറാൻ വലിയ സംരക്ഷണത്തിൻ്റെ കോട്ട ദൈവം നമ്മുടെ ചുറ്റും മുഴുവൻ കെട്ടി പടുക്കുന്നതിന് വേണ്ടി നമുക്ക് ശക്തമായി അവിടുത്തെ ഒന്ന് ആരാധിച്ചുകൊണ്ട് ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ നമുക്ക് ഏറ്റവും ആദ്യ നിമിഷങ്ങളിലായിരിക്കാം. യേശുവേ നന്ദി, യേശുവേ ആരാധന 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 ആരാധന, യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ, യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ, യേശുവേ ആരാധന 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 ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ സ്തുതി 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 ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ അസ്വസ്ഥതകളും ഈ വികാരന്റെ മുമ്പിലേക്ക് നമുക്ക് സമർപ്പിക്കാം. എല്ലാം വിടുതൽ, എല്ലാ ദുഷ്ടശത്രുക്കളുടെ തിന്മയുടെ ശക്തികളിൽ നിന്ന് വിട്ടുമാറി സംരക്ഷണം കിട്ടാൻ ഈശോയുടെ വലിയ സംരക്ഷണം ഞങ്ങളുടെ കുടുംബത്തിന് മേലെ, ഞങ്ങളുടെ ജീവിതങ്ങളുടെ മേലെ, ഞങ്ങളുടെ ബന്ധുമിത്രാദികളുടെ ഉണ്ടാകുന്നതിന് വേണ്ടി, നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേലുണ്ടാകുന്നതിന് വേണ്ടി ഉച്ചസ്വരത്തിൽ വിളിച്ച് നമുക്ക് ആരാധിക്കാം. യേശുവേ ആരാധന, യേശുവേ സ്തുതി ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ, യേശുവേ ആരാധന 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 ആരാധന, യേശുവേ സ്തുതി 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 സ്തുതി, യേശുവേ മഹത്വം 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 മഹത്വം, ആരാധന 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 ആരാധന, സ്തുതി സ്തുതി സ്തുതി, യേശുവേ മഹത്വം മഹത്വം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 30-ാം 21-ാം തിരുവചനം നമ്മൾ ഇപ്രകാരം വായിക്കും. നീ വലത്തോ ഇടത്തോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലെ പോവുക. ഈ ഒരു കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ച് നീങ്ങുന്ന ദൈവമക്കളുടെ എണ്ണം വിരളമായി കൊണ്ടിരിക്കുകയാണ്, വളരെയധികം കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും നമ്മൾ ആശ്രയം വയ്ക്കുന്നത് നമ്മുടെ ബുദ്ധിയിലാണ്, നമ്മുടെ അനുഭവ സമ്പത്തിലാണ്, നമ്മുടെ യുക്തിയിലാണ് നമ്മൾ ആശ്രയം വയ്ക്കുന്നത്. പലപ്പോഴും ദൈവത്തിൽ ആശ്രയം വെച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ മറന്നു പോകുന്നു. തിരുവചനം ഓർമ്മിപ്പിക്കുന്നു, നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതുകളുടെ പുറകിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. ദൈവസ്വരം കേട്ട് ജീവിതത്തെ ക്രമീകരിക്കാൻ കർത്താവേ ഞങ്ങളെ പഠിപ്പിക്കണേ. നമുക്ക് ഈ ആരാധനാ സമയത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്ന
അകന്നുകൊണ്ടിരിക്കുന്ന ദൈവാശ്രയ ബോധം എന്ന ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വരുത്താം. ആദ്യകാലങ്ങളിൽ സുവിശേഷകന്മാരെല്ലാം ഈശോ സത്യദൈവമാണെന്നും ഏകദൈവമാണെന്നും ബോധ്യം എല്ലാ ജനത്തിനും പകർന്നു കൊടുത്തു. എന്നാൽ കാലങ്ങൾ പിന്തുടർന്നപ്പോൾ കർത്താവ് ദൈവമാണെന്ന ബോധ്യമുള്ളവർ പിന്നെ എങ്ങനെ ജീവിക്കുമെന്ന് അറിയാതെ നിന്നു. അങ്ങനെയുള്ളവർക്ക് കൂടുതൽ ജീവിത വിശുദ്ധി നവീകരിക്കാൻ ദൈവം വെളിപ്പെടുത്തി കൊടുത്ത മറ്റൊരാശ്രയമാണ് ദൈവാശ്രയം. നിങ്ങൾ എന്നെ അറിയുന്നുണ്ട്, ഇനി ജീവിക്കേണ്ടത് എന്നിൽ ആശ്രയിച്ച് ജീവിക്കുക. അതാണ് ഈ ആരാധനാ സമയം ദൈവം നമ്മോട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാന സന്ദേശം. നിങ്ങൾ എന്നിൽ ആശ്രയിച്ച് ജീവിക്കുക. നിങ്ങളുടെ അനുഭവ സമ്പത്ത് നിങ്ങൾക്ക് കൂട്ടുണ്ടായിരിക്കും, നിങ്ങളുടെ ബുദ്ധി നിങ്ങൾക്ക് കൂട്ടായിരിക്കാം, നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾക്ക് കൂട്ടായിരിക്കാം, നിങ്ങളുടെ നല്ല സുഹൃത്തുക്കൾ നിങ്ങൾക്ക് കൂട്ടായിരിക്കാം, നിങ്ങൾക്ക് ബോധ്യങ്ങൾ പകർന്നു തരുന്നവരായിരിക്കാം. പക്ഷെ ഇതിനെല്ലാം ഉപരി നിങ്ങളെ എത്തേണ്ടടുത്ത് എത്തിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്തം എനിക്കാണ്. ദൈവം പറയുന്നു, എനിക്കാണ് അതിൻ്റെ ഉത്തരവാദിത്തം. നിങ്ങളെ എത്തിക്കേണ്ട ഇടങ്ങളിൽ എത്തിക്കാനുള്ള ഉത്തരവാദിത്തം. അത് എത്തിച്ചേരണമെങ്കിൽ നിങ്ങൾ എന്നിൽ ആശ്രയിക്കണം. മറ്റു വ്യക്തികളിലോ സ്വന്തം ശക്തിയിലോ ആശ്രയം വെച്ചാൽ ഒരിക്കലും ദൈവം ഉദ്ദേശിക്കുന്ന ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ നമുക്ക് പറ്റില്ല. കർത്താവായ ഈശോയെ, ഞങ്ങളിൽ ആശ്രയിക്കാതെ, ഞങ്ങളുമായി ബന്ധപ്പെടുന്നവരിൽ ആശ്രയിക്കാതെ, ഞങ്ങളുടെ ബുദ്ധിശക്തിയിലോ ഞങ്ങളുടെ അധികാരങ്ങളിലോ സമ്പത്തിലോ ഞങ്ങളുടെ മസൽ പവറുകളിലോ ഞങ്ങളുടെ അനുഭവ സമ്പത്തിലോ ആശ്രയം വയ്ക്കാതെ കർത്താവെ, അങ്ങിൽ ആശ്രയം വെച്ച് ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണേ. ഈ ഒരു വലിയ ബോധ്യം ഞങ്ങൾക്ക് ഈ ആരാധനാ സമയത്ത് തന്ന് ഞങ്ങൾ അനുഗ്രഹിക്കണമേ. പഴയ നിയമത്തിൽ പൂർവ്വപിതാവായ ജോസഫ് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ചതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ്. ജീവിതത്തിൽ നിറയെ പ്രതിസന്ധികൾ വന്ന് നിറയുമ്പോഴും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യന് കിട്ടുന്ന നേട്ടമാണ് പൂർവ്വപിതാവായ ജോസഫിൻ്റെ ജീവിത അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നത്. സ്വന്തം സഹോദരങ്ങളാൽ തള്ളിപ്പറയുകയും ഒറ്റപ്പെടുത്തുകയും പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയപ്പെടുകയും ഈജിപ്തിലേക്ക് അടിമയായി വിൽക്കുകയും ചെയ്യപ്പെടുന്ന ജോസഫ് വീണ്ടും ഈജിപ്തിലെത്തിയിട്ടും പല വിധത്തിലുള്ള പ്രലോഭനങ്ങളും അപകട സാധ്യതകൾ വരുമ്പോഴും ദൈവഭയത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറിയ ഒരു പൂർവ്വപിതാവ്. ഈജിപ്തിലേക്ക് അടിമയായി വിൽക്കപ്പെട്ടവൻ ഈജിപ്തിൻ്റെ അധിപനായി മാറുന്ന കഥ ഉൽപ്പത്തി പുസ്തകത്തിൽ ജോസഫിൻ്റെ അനുഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ഒരു കാലത്തും ലജ്ജിക്കേണ്ടി വരികയില്ല എന്ന് ഈ സംഭവങ്ങളെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒറ്റപ്പെടുമ്പോഴും കുറ്റപ്പെടുത്തലുകൾ ഏൽക്കേണ്ടി വരുമ്പോഴും സ്വന്തം ബന്ധുമിത്രാദികളാൽ തള്ളിക്കളയപ്പെടുമ്പോഴും അധികാര സീമകളിൽ നിന്ന് നമ്മളെ തള്ളി അകറ്റുമ്പോഴും നമ്മളെ ക്രൂശിക്കാൻ ആലോചിക്കുമ്പോഴും ഭയപ്പെടരുത്, ദൈവം നമ്മുടെ വലതുവശത്തുണ്ട് എന്നൊരോർമ്മ. എങ്ങനെയാണ് ദൈവാശ്രയബോധത്തിൽ കൂടുതൽ ജീവിക്കാൻ പറ്റുക? നമ്മൾ കൂടുതലായി ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്, എങ്ങനെ എനിക്ക് കൂടുതൽ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാൻ പറ്റും? എൻ്റെ നടപ്പ്, എൻ്റെ ഹൃദയമിടിപ്പ്, എൻ്റെ കൺപോളകൾ അടയുന്നതും ഞാൻ അറിയാതെ എൻ്റെ ജീവിതത്തിൽ എന്നിൽ നടക്കുന്ന സകല സംഭവങ്ങളും ദൈവമാണ് നടത്തുന്നതെന്ന ചിന്ത ഹൃദയത്തിലേക്ക് വരുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ദൈവാശ്രയ ബോധമുള്ള മക്കളായിട്ട് മാറും. അത്രമാത്രമേ ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ. എല്ലാ കാര്യങ്ങളിലും ദൈവത്തെ ആശ്രയിക്കുക. ദാരിദ്ര്യം മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്ന സമയമാണ്, അവസ്ഥയാണ് ദാരിദ്ര്യം. ആത്മാവിലുള്ള ദാരിദ്ര്യം. എല്ലാ കാര്യത്തിലും ദൈവത്തെ ആശ്രയിക്കുക. എല്ലാ കാര്യങ്ങളും ദൈവത്തെ ആശ്രയിക്കുക. എൻ്റെ ഹൃദയമിടിക്കുന്നത് ദൈവം കാണുന്നുണ്ട്. ഞാനിപ്പോൾ പ്രാർത്ഥിക്കാനിരിക്കുന്നത് ദൈവം കാണുന്നുണ്ട്. ഞാൻ ഇന്ന് ഈ രാവിലെ ഈ ദിവസം എഴുന്നേറ്റത് മുതൽ ഇതുവരെയുള്ള എൻ്റെ ഈ സമയങ്ങളിലെല്ലാം ഞാൻ വെച്ച ഓരോ കാലടികളിലും, ഞാൻ സംസാരിച്ച എൻ്റെ ഓരോ വാക്കുകളിലും, ഞാൻ കേട്ട എല്ലാ ശബ്ദങ്ങളും
ഞാൻ ശ്വസിച്ച എല്ലാ വായുവിലും ദൈവമുണ്ട്, ദൈവം അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ചിന്ത നമ്മുടെ തലയിലേക്ക് കയറിക്കഴിഞ്ഞാൽ നമ്മൾ ദൈവാശ്രയബോധമുള്ളവരായി. എല്ലാ കാര്യത്തിലും ദൈവത്തെ ആശ്രയിക്കാൻ സാധിക്കട്ടെ. ദൈവഭയമുള്ള ഒരുവൻ 1000 പാപികളെക്കാൾ മെച്ചമാണെന്ന് പ്രഭാഷക പുസ്തകം 16:3 നമ്മൾ വായിക്കുന്നുണ്ട്. വലിയ വലിയ മഹാകാര്യങ്ങൾ ചെയ്യാനല്ല ദൈവം നമ്മളെ വിളിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. വലിയ മഹാത്ഭുതങ്ങൾ കാണിക്കാൻ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലൂടെ ദൈവം ആഗ്രഹിക്കുന്നില്ലായിരിക്കും. വലിയ മെച്ചപ്പെട്ട ഒരു ജീവിതസ്ഥിതിയിലേക്ക് ഞാൻ പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ലായിരിക്കും. എപ്പോഴും സന്തോഷമായി ഞാൻ ജീവിക്കണമെന്ന് ചിലപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നില്ലായിരിക്കും. നല്ല ആരോഗ്യത്തോടു കൂടെ ജീവിതം അവസാനം വരെ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ലായിരിക്കും. നമ്മൾ ആരാ ദൈവത്തെ ചോദ്യം ചെയ്യാൻ? ദൈവം തരുന്നതിൽ സന്തോഷം കണ്ടെത്തുക. ദൈവാശ്രയബോധമുള്ളവരായി മാറും. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക. ശരിയായ വഴി ദൈവം കാണിച്ചു തരും. രാവിലെ ഒരു യാത്ര പുറപ്പെടാൻ ഇറങ്ങുമ്പോൾ ഞാൻ ഏത് വാഹനത്തിൽ കയറണം, ഞാൻ ഏത് വഴിയെ പോകണമെന്ന് ദൈവം നിനക്ക് പറഞ്ഞു തരും. എവിടെ പോയാൽ എൻ്റെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കണ്ടെത്താൻ പറ്റും, ദൈവം നിനക്ക് കാണിച്ചു തരും. കർത്താവിൻ്റെ വിശുദ്ധമായ ദേവാലയങ്ങളും കർത്താവ് കുടികൊള്ളുന്ന ഈ സക്രാരിയിലും ഈ വിശുദ്ധ അപ്പത്തിലുമാണ് കർത്താവിൻ്റെ നിത്യമായ സാന്നിധ്യം ഇരിക്കുന്നത്. ആ കർത്താവിൻ്റെ മുമ്പിൽ വരാനും ധ്യാനിക്കാനും അവിടുത്തെ സ്നേഹിക്കാനും അവിടുത്തോടടുത്തായിരിക്കാനും എൻ്റെ ജീവിതത്തിൽ സമയം കണ്ടെത്തുമ്പോൾ നീ ദൈവാശ്രയബോധമുള്ള ദൈവഭയമുള്ള മകനാകും, മകളാകും. ദൈവഭയമുള്ള ഒരുവൻ 1000 പാപികളെക്കാൾ മെച്ചമാണ്. ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാൻ ഞങ്ങളെ ശക്തരാക്കണേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രടികളോട് ചേർന്ന് നമുക്കും പാടി പ്രാർത്ഥിക്കാം. എന്നെ ദൈവാശ്രയബോധമുള്ളാക്കി ഒരു മകനാക്കി, മകളാക്കി, ദിവ്യകാരുണ്യനാഥ, പ്രപഞ്ചത്തിൻ്റെ അധിപ, സത്യദൈവമേ, ഏകരക്ഷക പഠിപ്പിക്കണേ. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് പാടി ഈ ആരാധനാ സമയത്ത് പ്രാർത്ഥിക്കാം. യേശുവല്ലാതില്ലേനിക്കൂരാശ്രയം ഭൂവിൽ നിന്മാർവിലല്ലാതില്ലേനിക്കു വിശ്രാമം വേറെ. ഈ പാരിലും പാരത്തിലും നിസ്തുല്യനൻ ദൈവം, എൻ രക്ഷക, എൻ ദൈവമേ, നീയല്ലാതില്ലാരും. എന്നേശു മാത്രം മതിയേനിക്കേതു നേരത്തും, എൻ രക്ഷക, എൻ ദൈവമേ, നീയല്ലാതില്ലാരും. എന്നേശു മാത്രം മതിയേനിക്കേതു നേരത്തും, എൻ ക്ഷീണിത രോഗത്തിലും നീ മാത്രമൻ വൈദ്യൻ. മറ്റാരെയും ഞാൻ കാണുന്നില്ലൻ രോഗശാന്തിക്കാ. എൻ മാർവിടം, എൻ ആശ്രയം, എന്നേശു കർത്താവേ, എൻ രക്ഷക, എൻ ദൈവമേ, നീയല്ലാതില്ലാരും. എന്നേശു മാത്രം മതിയേനി
എൻ രക്ഷകായൻ ദൈവമേ, നീയല്ലാതില്ലാരും, എന്നേശു മാത്രം മതിയെനിക്കേതു നേരത്തും. സങ്കീർത്തന പുസ്തകം 32:10 നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, കർത്താവിൽ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും. കർത്താവിൽ ആശ്രയിക്കുക, അവിടുത്തെ സ്നേഹം, അവിടുത്തെ സംരക്ഷണം ആവോളം നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ജീവിതത്തിൽ എല്ലാ സമയങ്ങളും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണേ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ആരാധനാ സമയം പങ്കെടുക്കുമ്പോൾ ഈ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ച എല്ലാവരുടെ മേലും കർത്താവിൻ്റെ ഈ വലിയ കൃപ കിട്ടാൻ വേണ്ടി ഈ അവസാന നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ വലിയ അനുഗ്രഹം സ്വീകരിക്കാൻ നമ്മൾ പോവുകയാണ്. കർത്താവിൻ്റെ അനുഗ്രഹം ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് കിട്ടേണ്ടത് ദൈവാശ്രയബോധമുള്ള മക്കളായി ജീവിക്കുവാൻ കർത്താവ് എന്നെ സഹായിക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൽ ആശ്രയം വയ്ക്കാൻ, പഠിക്കാൻ പോകുമ്പോഴും ജോലിക്ക് പോകുമ്പോഴും വീട്ടിൽ കറിയും മറ്റ് വസ്തുക്കൾ അമ്മച്ചിമാർ പാകം ചെയ്യുമ്പോഴും എല്ലാ കാര്യങ്ങളിലും ദൈവമേ നീ എൻ്റെ കൂടെ ഉണ്ടാകണം എന്നൊരു ആശ്രയബോധത്തോടെ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയം കണ്ടെത്താൻ അപ്പോൾ പറ്റും. വിജയം കണ്ടെത്തുന്നതിലുപരി ആനന്ദം കണ്ടെത്താൻ പറ്റും, സമാധാനം കണ്ടെത്താൻ പറ്റും. കർത്താവിൽ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും. കർത്താവിൽ ആശ്രയിക്കാനുള്ള കൃപ നൽകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ അനുഗ്രഹം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആശ്രയിക്കാനെനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. പതറാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ, ആശ്രയിക്കാനെനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. പതറാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ, യാത്ര ചെയ്യും പ്രത്യാശയോടെ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. ഇന്നുമെന്നും അങ്ങേക്കാരാധന.